ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ നഗരത്തിൽ വൈദികൻ വെടിയേറ്റ് മരിച്ചു. പോൾ ടാറ്റോ എന്ന വൈദികനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദക്ഷിണാഫ്രിക്കയിൽ നാളുകളായി വൈദികർക്കെതിരെ തുടരുന്ന അതിക്രമങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇത്. വൈദികന്റെ മരണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ദക്ഷിണാഫ്രിക്കയിലെ സുരക്ഷിതത്വത്തിന്റെയും ധാർമ്മികതയുടെയും വഷളായ അവസ്ഥയുടെ അസ്വസ്ഥജനകമായ ഉദാഹരണമാണ് ഇതെന്ന് ദക്ഷിണാഫ്രിക്കയിലെ ബിഷപ്പുമാരുടെ കോൺഫറൻസ് സംഭവത്തോട് പ്രതികരിച്ചു. ഈ വർഷം മാർച്ചിൽ യുവ പുരോഹിതനായ ഫാദർ വില്യം ബാൻഡെയും കൊലപ്പെടുത്തിയിരുന്നു. ഫാദർ ടാറ്റോവിന്റെ മൃതസംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നും ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു. വൈദികനെ കൊലപ്പെടുത്തിയത് ആരാണെന്നും കൊലപാതകത്തിന്റെ കാരണവും ഇപ്പോഴും അജ്ഞാതമാണ്. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്ന് സിംബാബ്വേയുടെ അതിർത്തിയിലുള്ള ബെയ്റ്റ് ബ്രിഡ്ജിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിനുള്ളിൽ നിന്നാണ് വൈദികന്റെ മൃതദേഹം കണ്ടെത്തിയത്.